നമ്മുടെ കിരൺ ടിവിയുടെ എല്ലാ വ്യൂവേഴ്സിനും ഈ വിഷുദിനത്തിൽ എൻ്റെയും കിരൺ ടിവിയുടെയും വക വിഷുദിനാശംസകൾ. നമ്മൾ മലയാളത്തിൽ കുറച്ച് നാൾ മുമ്പ് ഒരു മൂവി ഇറങ്ങി. ആ മൂവി ശ്രദ്ധിക്കപ്പെട്ടതിനെക്കാട്ടിലും കൂടുതൽ അതിനകത്തൊരു സോങ് അത് ഒരുപാട് വിമർശനത്തിന് ഇരയായെങ്കിലും പിന്നീട് ഒരുപാട് ആൾക്കാർ ആ സോങ് നെഞ്ചിലേറ്റി മനസ്സിലേറ്റി സൂക്ഷിച്ചിട്ടുണ്ട്. അത് പ്രോബ്ലി ആ സോങ് ട്രീറ്റ് ചെയ്ത വിധം കൊണ്ടായിരിക്കാം, അത് പാടിയ ഗായകൻ്റെ ശബ്ദത്തിലുള്ള ഡിഫറൻസ് കൊണ്ടായിരിക്കാം, എന്തൊക്കെയോ കാരണങ്ങളാൽ നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോർ ദ പീപ്പിൾ എന്ന മൂവിയിൽ ലജ്ജാവതി എന്ന സോങ് നമുക്ക് തന്ന നമുക്ക് എന്താ പറയുക നമുക്ക് കിട്ടിയ ആ ജാസി ഗിഫ്റ്റിനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. ജാസിയേട്ടനാണ് നമ്മുടെ കൂടെ കിരൺ ടിവിയുടെ ദ വെരി സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ടുള്ളത്. ജാസിയേട്ടാ, വെൽക്കം ടു ദ ഷോ. ജാസിയേട്ടൻ്റെ ഒപ്പം നമ്മുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഗിറ്റാറിസ്റ്റ് മിസ്റ്റർ വിനോദ് ഉണ്ട്. വെൽക്കം ജാസിയേട്ടാ. ആദ്യം തുടങ്ങിയത് ഭയങ്കര ഒരു അടിപൊളി ഹിറ്റിലായിരുന്നു. അതിൽ നിന്ന് ഇങ്ങനെ പാടി എത്തി ഇപ്പം അവസാനം ശലഭമഴയിലെത്തിയേക്കാണ്. നമ്മളൊക്കെ ജാസി ഗിഫ്റ്റ് എന്ന് ആലോചിക്കുമ്പോൾ ആദ്യം വരണത് ഇങ്ങനെ ഒരു ബീറ്റാ. ഈ ഒരു ജാസി ഗിഫ്റ്റിൽ നിന്ന് ഇങ്ങനെ ഒരു സോങ് എങ്ങനെ ഉണ്ടായി? ഈ ഒരു ശലഭമഴ എങ്ങനെ വന്നത്? സത്യത്തിൽ ഞാൻ ഫോർ ദ പീപ്പിൾ മുമ്പ് ഞാൻ ആദ്യം ചെയ്ത മൂവി എന്ന് വെച്ചാൽ സഫലമായിരുന്നു ആദ്യം ചെയ്തത്. അതിനു മുമ്പ് ജയരാജ് സാറിൻ്റെ ബീവൽസ. ഇത് കഴിഞ്ഞിട്ട് സത്യത്തിൽ ഓഡിയോ ആയിട്ട് ഇറങ്ങുന്നതാണ് ഫോർ ദ പീപ്പിൾ. എനിക്ക് തോന്നുന്നു ആ സമയത്ത് കുറച്ച് നമുക്കൊരു ട്രെൻഡി ആയിട്ടുള്ള സോങ്സിൻ്റെ ഒരു ആവശ്യമായിരുന്നു ആ മൂവിക്ക്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ബാക്ക്ഡ്രോപ്പ് വന്നപ്പോഴത്തേക്ക് കുറച്ച് ഫാസ്റ്റും കുറച്ച് നമ്മുടെ ഒരു ഫ്യൂഷനായിട്ടൊക്കെ ഉള്ള രീതിയിലുള്ള മ്യൂസിക് നൽകിയത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ സമയത്ത് ആ പാട്ടും പോപ്പുലർ ആവാൻ ഉള്ളൊരു കാരണവും. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു അതുവരെ ഉള്ള ഒരു എന്താണ് ടൈപ്പ് ഓഫ് സോങ്സ് നിന്ന് കുറച്ച് മാറി നിൽക്കാനും ആ പാട്ടിനെ സഹായിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ മെലഡിക്കായിട്ട് കുറച്ച് എന്താണ് ഇപ്പോഴും പാട്ടുകൾ ചെയ്യാനായിട്ട് വന്നു. അങ്ങനെ ഒടുവിൽ എന്താണ് ഇപ്പോഴത്തുള്ള സിനിമകളിൽ കൂടുതലും മെലഡിക്ക് വേണ്ടിയുള്ള ഒരു റിക്വസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ പാട്ടിൻ്റെ ഒരു പുറകിൽ നിന്നൊരു പുഷ് എന്തായിരുന്നു ഇങ്ങനൊരു സോങ് ചെയ്യാൻ? ലജ്ജാവതി അല്ല, ഇപ്പോഴത്തെ ശലഭമഴ സത്യത്തിൽ ഞാൻ എപ്പോഴും ഒരു എന്താണ് ഡയറക്ടറുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ ഒരു ഇഷ്ടമനുസരിച്ചാണ് കൂടുതലും ചെയ്യുന്നത്. ഞാൻ ലജ്ജാവതി മുമ്പ് ചെയ്ത സഫലം എന്നുള്ള ഒരു മൂവിയിലെ പാട്ടും വളരെ മെലഡിക്കായിട്ടുള്ളൊരു സോങ്ങാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഈ ശലഭമഴയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ സിദ്ധു, ഞാൻ ഫുൾ ക്രെഡിറ്റ് സിദ്ധുവിനെ കൊടുക്കും. കാര്യം എന്ന് വെച്ചാൽ ആദ്യമേ സിദ്ധു പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു എൻ്റെ ഒരു മെലഡി പാട്ടുകൾ തന്നെ എടുത്തു കഴിഞ്ഞാലും അത് കുറച്ചായിട്ടൊരു കൊമേഴ്സ്യൽ സ്റ്റഫ് അതിനകത്ത് കാണും. കുറച്ച് റിതമിക്കായിരിക്കും, പിന്നെ വളരെ വളരെ എന്താണ് ഒരു ചെറിയ ഫ്രേസിങ് ആയിരിക്കും, പെട്ടെന്ന് കേട്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സ്നേഹത്തുമ്പി, മണിക്കിനാവിൻ അരികെ നിന്നാലും മഴകാലം, അങ്ങനെയുള്ള സോങ്സ് എല്ലാം ഒരു പർട്ടിക്കുലറായിട്ട് അതിൽ കുറച്ച് കൊമേഴ്സ്യൽ സ്റ്റഫ് ഒരു എലമെൻറ്റ്സ് കൂടുതലാണ്. സിദ്ധു പ്രത്യേകിച്ച് പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് കൊമേഴ്സ്യലായിട്ടുള്ള ആസ്പെക്ട്സ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ഒരു സൗണ്ടും എന്താണ് നമ്മുടെ കുറച്ചുകൂടെ ഒരു അടുത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മ്യൂസിക് മീൻസ് എന്താണ് ആ സിറ്റുവേഷൻ പറയുന്നത് പോലെ വളരെ സോഫ്റ്റായിട്ടുള്ള ഒരു പാട്ടായിരിക്കണം. അതുപോലെ തന്നെ ലിറിക്കിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രാധാന്യം വേണം. പിന്നെ സിംഗിങ്ങും എല്ലാം കൊണ്ടും വളരെ സൂത്തിങ് ആയിട്ടുള്ളൊരു സംഭവം വേണം. അങ്ങനെ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു എന്താണ് വേറൊരു ലെവലിലേക്ക് കമ്പോസ് ചെയ്യാനുള്ള ഒരു സംഭവം തന്നത് സിദ്ധുവാണ്. എനിക്ക് തോന്നുന്നു ശലഭമഴ എന്ന് വെച്ചാൽ അതിൻ്റെ ഒരു റിസൾട്ടായിരിക്കും. ആ പാട്ട് കേൾക്കുമ്പോഴത്തേക്ക് മഴയൊക്കെ പെയ്ത് രാത്രി ഇങ്ങനെ തണുപ്പ് ഇങ്ങനെ പുതപ്പിനകത്തേക്ക് ഇരിക്കുന്ന ഒരു ഫീലാണ്. അപ്പം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രേക്ഷകർക്ക് ആ ഫീല് കുറച്ചൊന്ന് കൊടുക്കാം. ഞാൻ ആദ്യം എന്താണ് ഇത് പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്തും പാട്ടിന് ടോട്ടലൊരു മൂഡ് എന്താണ് സിദ്ധു പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ വൈസാണ് നമുക്കതങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയായിട്ട്. ഞാനത് എൻ്റെ സൗണ്ടിൽ പാടാം. ശലഭമഴ പെയ്യുമീ വാടിയിൽ പൂക്കളിൽ വനലതകളിലാടുവാൻ പാടുവാൻ മോഹമായി ശിലാതലശയിൽ അരുവിയായി നുരയുമാ വേഗം പുതുമഴയിലെ നറുമണം നുകരുമാവേശം അറിയാനീ വനികയാകെ പുലരുളിയിൽ തളിരിലയായി അടിമുടി മാറി കുറുകുഴലായി കിളികുലം ഒരു മൃദുക്കളമൊഴി പാടി ശലഭമഴ പെയ്യുമീ വാടിയിൽ പൂക്കളിൽ
വനലതകളിലാടുവാൻ പാടുവാൻ മോഹമായി. ജാസിന്റെ ഒച്ചി പാട്ടിന് കറക്റ്റാണ്, നന്നായിട്ടുണ്ട്. അയ്യോ ആദ്യമായിട്ടാണ് പറയുന്നത്, താങ്ക് യു. നമ്മൾ സാധാരണ മെയിൽ വോയിസുകൾ കേൾക്കുമ്പോണ്ടല്ലോ ഒരു എന്താ പറയാ പാൽപ്പായസം കഴിക്കുക, ആ ഒരു സംഭവമാണ് മധുരമൊക്കെ ആവശ്യത്തിന്റെ കുഴപ്പം. പക്ഷെ നമ്മൾ ജാസിയേട്ടന്റെ ഒച്ച കേൾക്കുമ്പോൾ ഈ അമ്പലത്തിൽ നിൽക്കുന്ന കട്ടപ്പായസം ഇല്ലേ, ആ ഒരു ഫീലാണ്. അതിൽ നല്ല നെയ്യും ഉണ്ടാവും, നല്ലോണം ശർക്കര ഉണ്ടാവും, കുറുകി നിൽക്കുന്ന ഒരു ഫീലാണ്. ഈ വോയിസ് ആക്ച്വലി മൂവിയിൽ നമ്മൾ പാട്ട് ചെയ്യുമ്പോൾ അത് നല്ലതായിട്ടാണ് തോന്നിക്കുന്നത്. അത് ഇടയ്ക്കെങ്കിലും അയ്യോ ഈ വോയിസ് വേണ്ടായിരുന്നു എനിക്ക് എന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഇല്ല, എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയിട്ട് ഉള്ള ഒന്ന് രണ്ട് ഘടകങ്ങളുണ്ട്, നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളതുമുണ്ട്. എസ്പെഷ്യലി നമുക്ക് കമ്പോസിങ് ടൈമിൽ ഞാൻ എൻ്റെ പേഴ്സണൽ സെറ്റപ്പ്, എൻ്റേതായിട്ടുള്ള മൈക്ക്, എൻ്റേതായിട്ടുള്ള പ്രോഗ്രാമിംഗ് സെറ്റപ്പിൽ ഞാൻ പാടും. ഞാൻ തന്നെയാണ് ട്രാക്ക് പാടി റെക്കോർഡ് ചെയ്ത്. അത് ചില സമയങ്ങളിൽ നമ്മൾ വേറെ പാടിക്കുമ്പോഴത്തേക്ക് ഡയറക്ടറും അവരൊക്കെ കുറേ നാൾ കേട്ടിട്ട് വരുമ്പോഴത്തേക്ക് ഒരു ഇഷ്ടക്കുറവ് അങ്ങനെ ഉണ്ടാകും. അത് ചില സമയം നമുക്കൊരു ഒറിജിനൽ പാട്ടിലേക്ക് പോകുമ്പോഴത്തേക്ക് ഈ കൂടുതലും ലിറിക്ക് വരുന്നതിന് മുമ്പ് നമ്മൾ ഇതെല്ലാം പിന്നെ പാടി വരുമ്പോഴത്തേക്ക് ചിലപ്പോഴത്തേക്ക് അതിലോട്ടൊന്ന് സിങ്ക് ആവാനായിട്ട് കുറച്ചൊരു സമയം എടുക്കും. കാര്യം നമ്മൾ പാടുമ്പോഴത്തേക്ക് നമ്മുടെ നല്ല എഫക്റ്റൊക്കെ ചെയ്ത് അങ്ങനെ ഒരു രസമായിട്ട് പാടും. പിന്നെ കൂടുതലും എല്ലാ സിനിമകളിലും ഞാൻ ഇപ്പോൾ ചെയ്യുന്ന മൂവികളിലൊക്കെ നമ്മൾ ആദ്യമേ ട്രാക്ക് പാടുന്നുണ്ട് ഏതെങ്കിലും വോയിസ് നമുക്ക് അതിനകത്തിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു സംഭവമുണ്ട്. അതെനിക്ക് തോന്നുന്നു ഒരു ഗുണകരമായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മളെപ്പോഴും ജാസിയേട്ടനെ നമ്മൾ പാട്ടിലൂടെ നമുക്കറിയാം, ജാസിയേട്ടൻ്റെ ശബ്ദത്തിലൂടെ അറിയാം, അല്ലെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂവിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു ജാസിയേട്ടനെ അറിയാം. പക്ഷേ ഇതിന് പിന്നിലുള്ള ആ ഒരു പച്ച മനുഷ്യനെ ഇവിടെ ഞാൻ ഒന്ന് പിച്ചി കീറട്ടെ. അല്ലേ, ജാസിയേട്ടൻ ചെയ്ത് എനിക്ക് തോന്നുന്നു ഫിലോസഫിയാണ് എടുത്തിരുന്നത് കോളേജിൽ പഠിക്കുമ്പോൾ, എംഫിൽ ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പാട്ടിലേക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ? ഞാൻ സത്യത്തിൽ സിനിമ മ്യൂസിക് ഡയറക്ടർ ആകുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് ഞാൻ സത്യത്തിൽ വിചാരിച്ചിട്ടില്ല. അത് വളരെ ഫ്രാങ്കായിട്ട് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. പക്ഷേ ഞാൻ സിനിമയിൽ വരുമെന്നുള്ളൊരു ഇത് മനസ്സിലൊരു ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സിനിമ ഒത്തിരി ഞാൻ 8-9 പഠിക്കുമ്പോൾ തന്നെ ഫിലിം ഒത്തിരി ക്ലാസിക്സ് വാച്ച് ചെയ്യും. അങ്ങനെ ഒരു ഫിലിം അപ്രീസിയേഷൻ്റെ കോഴ്സുകൾക്കൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ സിനിമ ഭയങ്കര ഇഷ്ടമായിരുന്നു. സിനിമ മ്യൂസിക്കും സെയിം ടൈം ഇഷ്ടമായിരുന്നു. മ്യൂസിക് ഞാൻ പറഞ്ഞതുപോലെ ഞാൻ പിയാനോ സ്റ്റാർട്ട് ചെയ്ത് പഠിച്ചു. പിന്നെ ഹോട്ടലുകളിൽ ഞാൻ പാടി വെസ്റ്റേണായിട്ട് ബാൻഡ് സീനിൽ വന്നിട്ട് പിന്നെയാണ് ഞാൻ ആൽബം വരുന്ന ഫിലിമിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സിനിമ എന്നുള്ളൊരു സംഭവം മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമായിരുന്നു. ഞാൻ എന്തെങ്കിലും ഈ സിനിമ കാര്യം അത്ര ഇഷ്ടപ്പെട്ടിരുന്നു, സിനിമയിൽ വരുമെന്ന് ഉറപ്പുണ്ടായിരുന്നു വളരെ. പക്ഷേ ഇത് സിനിമ പാട്ടിലും സിനിമ മ്യൂസിക്കിലാണെന്ന് എനിക്ക് മനസ്സുകൊണ്ട് ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് ഞാൻ എംഫിൽ കഴിഞ്ഞ് ഇരുന്നപ്പോഴത്തേക്ക് തന്നെ എനിക്ക് ആദ്യമായിട്ട് ഒരു ആൽബം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. ആ പാട്ട് കേട്ടിട്ടാണ് ജയരാജ് സാർ ഫിലിമിലേക്ക് വിളിക്കുന്നത്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സിനിമാ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ സിനിമാ പാട്ടോ ഗാനമേളയ്ക്ക് പോകുന്നതാണ് വിചാരിക്കുന്നത്. വേൾഡ് മ്യൂസിക് ഒക്കെ ഒരുപാട് കേൾക്കുന്ന ആളാണ്. എനിക്ക് തോന്നുന്നു ജാസിയേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കോളേജിലുണ്ടായിരുന്ന ഒരു ഗ്യാങ്ങിനകത്ത് ജാസിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ ഈ പാട്ട് ആദ്യമായിട്ട് കേൾക്കുന്നത് എന്ന് പറഞ്ഞവർ ഒരുപാടുണ്ടാവും ആ സമയത്തൊക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു അതൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും പ്രോപ്പർലി സോങ്സ് ഒക്കെ ചെയ്യുമ്പോൾ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് കമ്പോസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കോപ്പിയുടെയല്ല ഞാൻ ബേസിക്കായിട്ട് ഉദ്ദേശിക്കുന്നത്. കമ്പോസിങ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രത്യേകിച്ച് ഈ പ്രസൻറ്റ് ഈ ഒരു ടൈമിൽ എല്ലാവരും ഒത്തിരി അവെയറാണ്. പല പല മ്യൂസിക്കുകളും പല പല കാറ്റഗറീസ് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാവരും സൗണ്ടിങ്ങിനെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരാണ്. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും പുതിയത് കിട്ടിക്കൊണ്ടിരിക്കണം. അപ്പോഴത്തേക്ക് അങ്ങനെ ഒരു ടൈം സ്പാൻ ഇപ്പോൾ ഇങ്ങനെയുണ്ട്. കാര്യം എന്തെങ്കിലും ഫ്രഷായിട്ട് കൊടുക്കണം എന്നുള്ളൊരു ചിന്ത ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്, മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്. അതുപോലെ ഓഡിയൻസിനും അങ്ങനെ ഒരു താല്പര്യമുണ്ട്, എന്തെങ്കിലും പുതിയതായിട്ട് കേൾക്കണമെന്നുള്ള. എനിക്ക് തോന്നുന്നു പലതും നമ്മൾ ഒത്തിരി കേട്ട് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പ്രാക്ടിക്കലാക്കി ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വേറെ രീതിയിൽ എടുക്കണമെന്നല്ല. ഓരോ സ്റ്റൈൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളം മ്യൂസിക്കിനെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുണ്ട്. അതിൽ നിന്നിട്ട് നമുക്ക് എന്തെങ്കിലും കാണിക്കാനേ പറ്റുമോ. ഇന്നിപ്പോൾ യൂത്തിൻ്റെ ഇടയിൽ ഈ മൂവി ഇങ്ങനത്തെ ഒരു ഇൻഡസ്ട്രി മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ പോപ്പുലറാണ്. ഇന്ന് ഒരുപാട് കുട്ടികൾ കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ തന്നെ ഈ വിജയിങ്ങും അങ്ങനെ കാര്യങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ജാസിയേട്ടൻ കോളേജിൽ പഠിക്കുന്ന ഒരു കാലത്ത് പെട്ടെന്ന് വീട്ടിൽ പറയാം അമ്മ ഞാൻ ഒരു സിനിമയിൽ പാട്ട് ചെയ്യാൻ പോകണു എന്ന് പറയുമ്പോൾ അന്നത്തെ ഒരു റിയാക്ഷൻ എങ്ങനെയാണ് വീട്ടിൽ? സിനിമാ പാട്ടും സിനിമ മ്യൂസിക്കും സത്യം പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സൊസൈറ്റിയിൽ ഇന്നും നമുക്കതൊരു പ്രൊഫഷൻ എന്ന് പറയാൻ പറ്റിയിട്ടില്ല.
ഇപ്പം നമുക്ക് എന്തെങ്കിലും എന്ത് ജോലി ചെയ്യുന്നു, ഞാനിങ്ങനെ സിനിമയിൽ പാടുന്നു, അല്ലെങ്കിൽ സിനിമ പാട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ടെക്നിക്കൽ സൈഡാണെങ്കിൽ തന്നെ അതൊരു ജോലിയായിട്ട് നമുക്ക് കണക്കാക്കുന്നത് ഇപ്പോഴും സംവാട്ട് വളരെ കുറഞ്ഞിട്ടുണ്ട്. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് സിനിമാ പാട്ട് എന്നൊക്കെ പറയുമ്പോൾ സിനിമാ പാട്ടോ ഗാനമേളയ്ക്ക് പോകുന്നതെന്നാണ് വിചാരിക്കുന്നത്. ഗാനമേളയ്ക്ക് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ലൈഫ് സർക്കിൾ അത് വ്യത്യാസമാണ്. ഗാനമേളയ്ക്ക് പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 10-15 വർഷത്തുള്ളൊരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോഴത്തേക്ക് അത് നമുക്കൊരു ഒരു പ്രൊഫഷനായിട്ട് നമുക്ക് ആർക്കും അംഗീകരിക്കാൻ, നമ്മളെന്നുള്ളതല്ല സൊസൈറ്റി അംഗീകരിക്കാത്തൊരു സമയത്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെയായിരുന്നു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് കാര്യം കൂടുതൽ പേർക്കും ഇതിൻ്റെ ഒരു തിരിച്ചറിവ് കുറവായിരുന്നൊരു ടൈമാണ്. അത് കഴിഞ്ഞ് ആ ഒരു ടൈമിലായിരുന്നു ഞാനൊക്കെ എൻ്റെ ഒരു എൻട്രി എന്നൊക്കെ പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ മ്യൂസിക് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പറയുന്നത് പോലെ നമുക്ക് എന്തെങ്കിലും ആയാലും ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കും എന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് നമ്മളതങ്ങ് പ്രൊഫഷനാക്കി അങ്ങ് മാറ്റുകയായിരുന്നു ആക്ച്വലി സംഭവിച്ചത്. ആദ്യത്തെ ഒരു പാട്ട് ചെയ്യാൻ കയ്യിലേക്ക് കിട്ടിയപ്പോൾ ഇറ്റ്സ് ലൈക്ക് അയ്യോ ഇതങ്ങ് ശരിയായാൽ നല്ലത്, കൊള്ളാം, ഇതിലേക്കൊരു എൻട്രിയാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സത്യത്തിൽ എനിക്ക് ടീച്ചിങ് പ്രൊഫഷൻ ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ അതാണ് MPhil കഴിഞ്ഞ് ഞാനിപ്പം ആക്ച്വലി ഇപ്പോൾ PhD ചെയ്യുന്നുണ്ട്. ടീച്ചിങ് പ്രൊഫഷൻ എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു എന്തെങ്കിലുമൊക്കെ പഠിപ്പിച്ചൊക്കെ ജീവിക്കാനുള്ളൊരു ആഗ്രഹമായിരുന്നു മനസ്സിൽ. അങ്ങനെയാണ് പഠിച്ചു തുടങ്ങിയത്. പിന്നെ സിനിമ അതിനിടയ്ക്ക് വന്നു. സിനിമ പാട്ടിലേക്ക് കോൺസെൻട്രേറ്റഡായി. പിന്നെ മൾട്ടി ലിംഗ്വൽ എല്ലാ ലാംഗ്വേജുകളിലും ചെയ്യാൻ പറ്റി. പിന്നെ അതൊരു ബേസിക് ഒരു പ്രൊഫഷനാക്കി അങ്ങ് മാറ്റുകയായിരുന്നു. ഇപ്പോഴേ കുഴപ്പമില്ല, അതൊരു സുഖമായിട്ട് തോന്നുന്നുണ്ട്. കന്നഡയിലല്ല, കന്നഡ തമിഴെല്ലാം പാട്ട് ചെയ്തില്ലേ? കന്നഡയിൽ ഫസ്റ്റ് പാട്ട് കന്നഡ അറിയാമോ ജാസേട്ടന്? ഞാൻ കുറച്ച് അവർ സംസാരിക്കുന്ന അറിയാൻ പറ്റും. എനിക്ക് അങ്ങനെ ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കന്നഡ ഇപ്പോൾ സോങ്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിന് ഫീൽ കൊടുക്കുന്നത്? നമുക്ക് ലാംഗ്വേജ് അറിയില്ല, അപ്പോൾ അവർ തരുന്ന വാക്കുകളിൽ ആ ഫീൽ എങ്ങനെയാണ് ഇടുന്നത്? യഥാർത്ഥത്തിൽ സിനിമയുടെ പാട്ടുകളിൽ ലിറിക്ക് നമുക്ക് ഒത്തിരി കുറേയൊക്കെ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള സിമ്പിൾ ലിറിക്സ് ആയിരിക്കും. പിന്നെ എനിക്ക് സ്ഥിരമായിട്ട് അവിടെ എഴുതുന്നത് 2 പേരാണ്. ഒന്ന് കവിരാജും ഒന്ന് ജയൻ കായ്ക്കണി എന്ന് പറഞ്ഞ 2 റൈറ്റേഴ്സാണ്. അവരുമായിട്ട് ഞാൻ സിറ്റുവേഷൻസൊക്കെ പറഞ്ഞ് ഇതെല്ലാമായിട്ട് അവർ തരുമ്പോഴത്തേക്ക് അതിൻ്റെ മീനിങ് ആക്ച്വലി നമുക്ക് മനസ്സിലാകും എന്തൊക്കെയാണ്. കൂടുതലും സിനിമയിലെ സിറ്റുവേഷൻസ് അറിയാമോ അല്ല, നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു ഡ്രമാറ്റിക് സ്കോപ്പ് അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോവില്ല. കൂടുതലും ഈ നമ്മുടെ ഒരു എന്തായാലും സിനിമകളെന്ന് പറയുമ്പോൾ ഒരു പ്രേമം അനിവാര്യമാണ്. സെക്കൻഡ് ഹാഫിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ക്ലാഷ് കാണും. അവസാനം ഒരു ദുഃഖഗാനം, അവസാനം കുറച്ച് കൊമേഴ്സ്യൽ പടമാണെങ്കിൽ തൊട്ട് മുമ്പ് ഒരു ഐറ്റം സോങ്, ഫസ്റ്റ് ആണെങ്കിൽ ഹീറോ ഇൻട്രഡക്ഷൻ സോങ്. അപ്പോൾ അങ്ങനെ ബേസിക് എന്തൊക്കെയാണ് ഈ സിനിമയ്ക്കകത്ത് ആവശ്യമെന്ന് നമുക്കറിയാൻ പറ്റും. അതിനകത്ത് വളരെ റയറായിട്ട് മാറി ചിന്തിക്കുന്ന ഡയറക്ടേഴ്സ് വരുമ്പോഴത്തേക്ക് ആണ് നമ്മൾ കുറച്ചുകൂടെ അതിൽ ഫോക്കസ്ഡ് ആവുന്നത്. ബാക്കി സ്ഥിരമായിട്ട് നമുക്ക് കിട്ടുന്നതൊക്കെ ഒരേ കളറിലായിരിക്കും. പിന്നെ കന്നഡയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കൂടുതലും അവിടെ ഓഫേഴ്സ് വരുന്നത് മെലഡീസ് ചെയ്യാൻ വേണ്ടിയാണ്, മെലഡികൾ ചെയ്യാൻ വേണ്ടിയാണ് കൂടുതൽ ഓഫർ വരുന്നത്. ഇവിടെ നേരെ മറിച്ച് സ്പീഡുള്ള സോങ്സ് ചെയ്യാൻ വേണ്ടി വരുന്നത്. കന്നഡയിൽ ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ട് ചെയ്തതിൽ വെച്ച് സത്യം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ഒത്തിരി, എനിക്ക് മലയാളത്തിനെക്കാട്ടിലും മെലഡികളിൽ കൂടുതൽ അവിടെ ഇഷ്ടപ്പെടും. ഞാൻ അവിടെ നല്ല പോപ്പുലറായ 1-2 ട്യൂൺസ് ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒത്തിരി പോപ്പുലറായ ട്യൂൺസ് ഞാൻ അവിടെയും ചെയ്യാറുണ്ട്. കാര്യം വെച്ചാൽ ഞാൻ കമ്പോസിങ്ങിന് പോകുമ്പോഴത്തേക്ക് അവർ എൻ്റെ ബാങ്കിൽ നിന്നുള്ള ട്യൂൺസ് എടുക്കാൻ പറയും. അപ്പം ഞാൻ കുറേ പാട്ടുകൾ സെലക്ട് ചെയ്ത് കൊടുക്കും. സ്ലോ ആണോ കൂടുതലും പോകുന്നത്? അവിടെ മസ്റ്റ് ഒരു 3 മെലഡി വളരെ മസ്റ്റാണ്. 3 മെലഡി എന്ന് പറയുമ്പോൾ ആദ്യം ഇവരുടെ ഒരു സീനിക്ക് ഒരു ബ്യൂട്ടി കാണിക്കാനും അതൊക്കെ കൊണ്ട് മെലഡിക്ക് എപ്പോഴും അതിനൊരു സ്ഥാനമുണ്ട്. ഞാൻ ഈ ഗഗനവേ ഭാഗ്യം എന്നുള്ള അരികിൽ നിന്നാലോ എന്നുള്ള സോങ്ങിൻ്റെ ഒരു കന്നഡ വേർഷൻ അത് ഞാൻ പാടാം. ഗഗനവേ ഭാഗ്യ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ ನದಿಯನು ಭೇಟಿಗೆ ಯಾರು ಬಂದಿರದ ಮನಸ್ಸಲ್ಲಿ ನಿನ್ನ ಆಗಮನ ಈ ದಿನ ನೀಡುವ ಮುನ್ನ ನಾನೇ ಆಮಂತ್ರಣ ಗಗನವೇ ಬಾಗಿ ಭುವಿಯನು ಕೇಳಿದ ಹಾಗೆ ಕಡಲು ಕರೆದಂತೆ നദിയനു ഭേട്ടികേ. ഇതാണ് അതിലെ ഒരു പോപ്പുലറായിട്ടുള്ള സോങ്. ഇതിൽ തന്നെ സോണിരിക്കാൻ പാടിയ വേറൊരു പാട്ടുണ്ട്. അത് ഈ ലവ് ക്ലാഷായിട്ട് നിന്ന് ഭയങ്കര ദുഃഖം വരുന്നൊരു സംഭവമായിരുന്നു. ആ സിനിമ ഞങ്ങൾ കാണാൻ പോയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അത് അവിടെ ഒരു 100 days മൂവിയാണ്. അത് വളരെ സക്സസ്ഫുൾ മൂവിയായിരുന്നു. അതിൽ ഒത്തിരി ലവേഴ്സ് ഇങ്ങനെ വന്ന് എല്ലാവരുടെയും കരച്ചിൽ നേരിട്ട്, ഞാനൊരു 2-3 പ്രാവശ്യം ആ പടം കണ്ടായിരുന്നു. കരച്ചിൽ നേരിട്ട് കണ്ടിട്ടുള്ള ആദ്യത്തെ ഒരു പാട്ടാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത് ഞാൻ പാടാം. സഞ്ജു മത്തു ഗീത എന്നുള്ളതായിരുന്നു. സഞ്ജു മത്തു ഗീത
ಸೇರಬೇಕು ಅಂತ ಬರೆದಾಗಿದೆ ಇಂದು ಬ್ರಹ್ಮನು. ನಿನ್ನ ನನ್ನ ನೋವನ್ನು ಕೊಡುಗೆ ನೀನು ನನಗಿನ್ನು ಮಳೆಯಾಗಿದೆ ಮಳೆಯಾಗಿದೆ ಥರವೇ. ಸಂಜು ಮತ್ತು ಗೀತ ಸೇರಬೇಕು ಅಂತ ಬರೆದಾಗಿದೆ ಇಂದು ಬ್ರಹ್ಮನು. തരതര അവിടെ ലിറിക്കൊണ്ട് മറന്നു പോയതാ കേട്ടോ. ചിലപ്പോൾ ദുർഗ വിചാരിക്കും ഇങ്ങനെ പാട്ടോ. ഇല്ല, അത് മറന്നു പോയിട്ട് ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ കന്നഡ അറിയാന്നുള്ള ആരെങ്കിലും കാണുകയാണെങ്കിലേ നമ്മൾ തെറ്റായിട്ട് അവിടെ പാടണ്ടല്ലോ, അതുകൊണ്ടാണ്. നമ്മൾ ഒരു പാട്ട് ജാസിന്റെ കയ്യിലേക്ക് തന്നു, ഇതെങ്ങനെയാണ് ഇരുന്നിട്ടൊരു ട്യൂൺ അങ്ങ് ഉണ്ടാക്കുന്നത്? ഒരു കാപ്പി കുടിച്ച് അങ്ങനെയാണോ? അയ്യോ, അങ്ങനെയില്ല. ഇത് പല രീതിയിൽ നടക്കും. നമ്മൾ കൊമേഴ്സ്യൽ മ്യൂസിക്കിൽ സത്യത്തിൽ നമ്മൾ ആദ്യം ട്യൂൺ ചെയ്യും. ഞാൻ ഫസ്റ്റ് പ്രിഫറൻസ് ട്യൂൺ ചെയ്യാനായിട്ട് കൊടുക്കും. ഇതിൽ പ്രശ്നമെന്ന് വെച്ചാൽ നമ്മൾ വരി കെട്ടിയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരു സർക്കിളിനകത്തായി പോകും. പ്രത്യേകിച്ച് ഞാൻ ഈ ലിറിസിസ്റ്റിനെ അങ്ങനെ കുറ്റമായിട്ട് പറയുന്നതല്ല, നമ്മൾ ഓരോ സർക്കിളിനകത്ത് നിന്ന് ചിലപ്പോൾ വർക്ക് ചെയ്യേണ്ടി വരും. നമ്മൾ കൂടുതലും ഈ സിനിമ പാട്ടുകൾ ചില ഫാസ്റ്റ് പേസ് മ്യൂസിക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ബേസിക് ട്യൂൺ കൊടുക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ട്യൂൺ കൊടുത്ത് നല്ലതാക്കി കഴിഞ്ഞാലുള്ളൊരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഡയറക്ടറും അവരൊക്കെ ഒന്ന് ബേസിക് സോങ് എങ്ങനെ സൗണ്ട് ചെയ്യുമെന്ന് അവർക്ക് അറിയാൻ പറ്റും ആദ്യം. എനിക്ക് തോന്നുന്നു ട്യൂൺ കൊടുത്തിട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അത്രയും കുറച്ചുകൂടെ ഫ്ലെക്സിബിളാകും. എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ ട്യൂൺ കൊടുത്ത് തന്നെ വളരെ റെയറായിട്ട് ഞാൻ എഴുതി മ്യൂസിക് ചെയ്തിട്ടുള്ളൂ. ചാടയാണോ വന്ന് ഇരുന്നിട്ട് ഒരു തമാശ പോലും പറയില്ല, ഭയങ്കര ചുമ്മാ. ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയാറുണ്ട് കല്യാണത്തെ പറ്റി ചോദിക്കാൻ. ആരും കല്യാണത്തെ പറ്റി ചോദിക്കാൻ. അല്ല, ഇപ്പൊ ഞാൻ പറയണത് എന്താ ചോദ്യമല്ലല്ലോ, ആൻസർ അല്ലേ? ഇത്രയും നേരം ഇവിടെ വന്നിരുന്നില്ലേ എനിക്ക് എൻ്റെ ഒരു റോങ് കൺസെപ്റ്റ് ആയിരുന്നു എനിക്ക് തോന്നുന്നു. നമ്മൾ ആദ്യം ജാസി ഗിഫ്റ്റ് കേൾക്കുമ്പോഴല്ലോ, ഈ ഒന്നോ ചാടയാണോ വന്നിരുന്നിട്ട് ഒരു തമാശ പോലും പറയില്ല, ഭയങ്കര ചുമ്മാ സംസാരിച്ച് 2 പാട്ടും പാടി എനിക്ക് പോകുന്നുള്ളൊരു ഫീലാണ്. ബട്ട് ജാസേട്ടൻ അങ്ങനെയല്ല, ഒരുപാട് വിറ്റടിക്കുന്ന വ്യക്തിയാണ്, ഒരുപാട് തമാശകൾ പറയും. പക്ഷെ ഇന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട് ശ്രമിച്ചവിടെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ കുറേശ്ശായിട്ട് പുറത്തെടുക്കാൻ ശ്രമിക്കും. ഞാൻ മെയിനായിട്ട് വിഷു അല്ലേ, വിഷുവായിട്ട് വെറുതെ കുറച്ച് ബെറ്റർ ആയിട്ട്. ഹൂ ഇസ് എ റിയൽ ജാസി ഗിഫ്റ്റ്? നമ്മൾ കാണുന്ന ഒരു ജാസി ഗിഫ്റ്റ് അല്ലാതെ ശരിക്കും എന്താണ് താങ്കൾ? ശരിക്കും ഞാൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ കാണുന്നത് പോലെയൊക്കെ തന്നെയാണ്. എനിക്ക് അധികം സാധാരണ അധികം അങ്ങനെ ഒരു മസിലൊന്നും കാണിക്കാത്ത രീതിയിലുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കൂടുതലും എൻ്റേത്. അങ്ങനത്തെ ഒരു പോസിറ്റീവ് സംഭവം കാണാനായിട്ട് ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. സാധാരണ ഒരു സിനിമാറ്റിക് രീതിയിലല്ലാതെ വളരെ കുറച്ചുകൂടെ നോർമലായിട്ട് കാണാനുള്ള ഒരു ചില സമയം നമുക്കത് പ്രശ്നമാവാറുണ്ടെന്ന് എനിക്ക് അനുഭവങ്ങളുണ്ട്. കാര്യം വെച്ചാൽ നമ്മൾ വളരെ സോഫ്റ്റ് ആകുമ്പോഴത്തേക്ക് അതിൻ്റേതായിട്ടുള്ളൊരു നെഗറ്റീവ്സും ഉണ്ട് നമ്മൾ പല രീതിയിൽ. പക്ഷേ ഇപ്പോഴും ഏതാണ്ടൊക്കെ എങ്ങനെ നിൽക്കണമെന്നൊക്കെ ഉള്ളൊരു ഐഡിയ മനസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഒരുപാട് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് ജാസി. ഒത്തിരി. അത് പണ്ട് കോളേജിൽ പഠിക്കുമ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ജാസിയുടെ ചുറ്റും ഒരുപാട് പിള്ളേരുണ്ടായിരുന്നു. ഇന്നും അതുപോലെ തന്നെ ഫ്രണ്ട് സർക്കിൾ. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം ഇത്രയും തിരക്കിൻ്റെ ഇടയിലും? യു സ്റ്റിൽ കോൾ ദം? ഞാൻ യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഒരു മെയിൻ ഹബ്ബ് എന്ന് പറയുമ്പോഴത്തേക്ക്